ഹേ ഗായ്സ്, അപ്പം നമ്മുടെ അടുത്ത മൂവി എന്ന് പറയുന്നത് വലത്തുവശത്തെ കള്ളൻ. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ദൃശ്യത്തിന് മുമ്പായിട്ട് ജിത്തു ജോസഫ് സാമ്പിളായിട്ട് പൊട്ടിക്കുന്ന ഒരു പടക്കമായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും ഈ പടം അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജിത്തു ജോസഫാണ് ഡയറക്ഷൻ. വലത്തുവശത്തെ കള്ളൻ ബിജു മേനോനും അതേപോലെ തന്നെ നമ്മുടെ ജോജു ജോസഫും ഒക്കെ ഉള്ളൊരു പടമാണ്. നമുക്ക് ട്രെയിലർ വാച്ച് ചെയ്യാം. അത് തന്നെ, ദൃശ്യത്തിന് മുന്നേ ഒരു സാമ്പിൾ ത്രില്ലർ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ബോക്സ് ഓഫീസ് കുലുക്കം എന്ന് പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ദൃശ്യത്തിന് മുന്നേ ആണെന്ന് തോന്നി പടം ആണ്. പക്ഷെ ഒറ്റ മിനിറ്റ്, മ്യൂസിക് ആരാന്ന് നോക്കട്ടെ. കിട്ടില്ല, മ്യൂസിക് സ്കോർ അടിപൊളിയായിട്ടുണ്ട്. വിഷ്ണു സാം അല്ല, വിഷ്ണു ശ്യാം, സച്ചിൻ ലാൽ. കിട്ടില്ല മ്യൂസിക് ഗൈസ്. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇതിൻ്റെ കൂടെ കറക്റ്റായിട്ട് ചേരുന്നുണ്ട്. ഭയങ്കര കണ്ടോ. This is good. സിനിമ ഇറങ്ങുന്നത് ജാനുവരി 30 പക്ഷെ നല്ല കട്ട വില്ലനും കട്ട നായകനും. ഇത് കത്തും കഴിച്ച്, ഇത് അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷ തോന്നുന്നു. കാരണം നല്ല കട്ട വില്ലൻ, ബിജു മേനൻ നായകനും അതുപോലെ തന്നെ ജോജു വില്ലനും. നല്ല ഒരു രസമുണ്ട് ട്രെയിലർ കണ്ടിട്ട്. 30 ഇറങ്ങും. മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കേട്ടപ്പോഴും നോക്കാൻ തോന്നി, പെട്ടെന്ന് നോക്കിയേ. വിഷ്ണു ശ്യാമും സച്ചിൻ ലാലും കിടിലൻ മ്യൂസിക് ആയിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ദൃശ്യം 3ക്ക് മുന്നേ ഒരു സാമ്പിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലേ പോയി കണ്ടു നോക്കുക. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്.